ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ കരിയറിനെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസും അതുപോലെ തന്നെ ഈ ഒരു 2025 എങ്ങനെയായിരിക്കും നിങ്ങളുടെ കരിയർ ജീവിതം എന്നൊക്കെയുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റെബിലിറ്റിയുടെ അവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. നെക്സ്റ്റ് ഇയർ നിങ്ങളുടെ കരിയർ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഐസൊലേഷനാണ്. കമ്പാരിസൺ, ഇന്നർ വോയിസ്, ഇൻറ്റൻസിറ്റി, ദ ക്രിയേറ്റർ, വി ആർ ദ വേൾഡ്, ഗിൽട്ടാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള കാർഡ് ഐസൊലേഷൻ എന്ന കാർഡാണ്. ഈ ഒരു കാർഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങളിപ്പം നിങ്ങളിപ്പം ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അതായത് ഐസൊലേഷൻ എന്ന് പറയുമ്പം ഐസായിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് മൈൻഡ് ഔട്ടായിരിക്കാം, ക്ലാരിറ്റി ഉണ്ടാവില്ല, സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുക, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ജോബ് ശരിയാകുന്നില്ല, കുറേ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ശരിയാവുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ജോബിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം നിങ്ങളുടെ വേറെന്തോ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജോബിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ ബാധിക്കുന്നു. നിങ്ങളുടെ സ്റ്റെബിലിറ്റീനെ ഇല്ലാതാക്കുന്ന വിധത്തിൽ വേറെ എന്തെങ്കിലും ഒരു തോട്ട്സ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് നിങ്ങളിത് എപ്പോൾ കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. സെക്കൻഡ് വന്നത് കമ്പാരിസൺ എന്ന കാർഡാണ്. ഇതും നിങ്ങളുടെ അവസ്ഥയെ കാണിക്കുന്നതാണ്. മറ്റുള്ളവരെ ഗൈഡൻസ് ഉണ്ട് ഇവിടെ. മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അതായത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും നമുക്ക് കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവർക്കിപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെക്കാൾ പഠിപ്പില്ലാത്ത ഒരാൾക്ക് ഒരു നല്ലൊരു ജോലി കിട്ടുകയാണ്. പക്ഷെ നിങ്ങൾക്ക് അവരെക്കാൾ പഠിപ്പുണ്ട്, വിദ്യാഭ്യാസം, എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ ഇതും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടി. അപ്പം നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയത് ആലോചിച്ചിട്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കഴിവുകളെ, മറ്റുള്ളവർക്ക് എന്തോ ആയിക്കോട്ടെ, ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കുക, നമ്മളുടെ കഴിവുകളെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുക. എന്തോ ആയിക്കോട്ടെ, അവരെങ്ങനെയോ നേടിയെടുത്തു, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയോ കിട്ടി, അത് ഏതെങ്കിലും ഒരു വഴി ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ അതൊന്നും കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, കമ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, കമ്പയർ ചെയ്യേണ്ട ഒരു സമയമല്ല. കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ എങ്ങനെ അതിൽ ബെറ്റർ ആക്കാം, നിങ്ങളെങ്ങനെ എത്താം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഗൈഡൻസ് ആക്കുക. ആൻഡ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, നിങ്ങൾക്ക് കിട്ടുന്നേ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ആൻസർ വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഏത് വഴി മൂവ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ബട്ട് നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഇന്നർ വോയിസ് ശ്രദ്ധിക്കൂ.
ഓക്കെ, നിങ്ങൾക്ക് ഏത് പാത്തിലൂടെ പോകണമെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ വരുമ്പം ഇതിൽ ഞാൻ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, ഇതിൽ ഏത് സെലക്ട് ചെയ്താലാണ് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടുക, ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി കിട്ടുക, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആകാൻ പറ്റുക, സെറ്റിൽഡ് ആകാൻ പറ്റുക എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മറുപടി വരുന്നുണ്ട്. ആ ഒരു ഗൈഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ഇൻറ്റൻസിറ്റി എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കുള്ള ഒരു വഴി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരികയാണ്, പക്ഷേ നിങ്ങൾ അതിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല. അതായത് നമ്മളിപ്പം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ മാത്രം ചെയ്തു, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അതായത് നമ്മൾ ചിലപ്പം 100% എഫേർട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും, പക്ഷേ നിങ്ങളിൽ ചില ആളുകൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒരു ആഴം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ആഴത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് പ്രസൻ്റ്ലി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറൻ്റ്ലി നിങ്ങൾക്ക് ഒരു ജോലി ശരിയാകാത്തത്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, ജോലി ഉണ്ടെങ്കിൽ പോലും അതിലൊരു സ്റ്റെബിലിറ്റി കിട്ടാത്തതിൻ്റെ റീസൺ അതാ. ഓക്കെ, ചില ആളുകളൊക്കെ ഒരു ജോലി ഉണ്ടെങ്കിലും എനിക്ക് ഇത് തന്നെ മതി, അല്ലെങ്കിൽ ഇതിൽ എന്താണോ കിട്ടുന്നത് ആ ഒരു ഏണിങ്സും വെച്ചുകൊണ്ട് മുന്നോട്ടൊരു ഫ്യൂച്ചർ പ്ലാനൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാതെ ഈ ഒരു ജോലി തന്നെ വെച്ച് ആ ഒരു കിട്ടുന്ന ശമ്പളം വെച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അതായത് നമ്മൾ ബെറ്റർ വേണം, അല്ലെങ്കിൽ എനിക്കൊരു ബെറ്റർ സീറ്റ് വേണം, അല്ലെങ്കിൽ ഒരു പൊസിഷൻ വേണം, ഇതൊന്നും ആലോചിക്കാതെ പോകുന്ന ആളുകളുണ്ടാകും. കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ വിചാരിക്കാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഇറങ്ങുക തന്നെ വേണം, നമ്മൾ ആഗ്രഹിക്കേണ്ട സമയത്ത് നമ്മൾ ആഗ്രഹിക്കുക തന്നെ വേണം. അപ്പം ആഴത്തിലുള്ള ഒരു കാര്യം, എഫേർട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീം ആയിരിക്കാം, എന്തോ അത് വേണം എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പോകുമ്പം, അതായത് ഇനി വരാൻ പോകുന്ന ഇയർ നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. ദ ക്രിയേറ്റർ എന്ന കാർഡ് വന്നിട്ടുണ്ട്, ഇന്നസെൻസ് വന്നിട്ടുണ്ട്, വി ആർ ദ വേൾഡ്, കോംപ്രമൈസ് ആൻഡ് ഇല്യൂഷൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ചേഞ്ച് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഒരു ഗിൽറ്റി ഫീൽ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിച്ച് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾക്ക് ഐഡിയാസുകൾ വരുന്നുണ്ടാകാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും പുറത്തോട്ടെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവിടെയാണ് നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നത്. നമ്മൾ കരിയർ റീഡിംഗ് ആണ് എടുക്കുന്നത്. കരിയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റെബിലിറ്റി ആണ് ഫിനാൻഷ്യലി. അതുപോലെ തന്നെ നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു പക്വത എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ക്രിയേറ്റർ എന്ന് പറയുമ്പം നിങ്ങൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നിങ്ങളുടെ നെഗറ്റീവ്സ് ആണ് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെ, ഗൈഡൻസ് ആണ് പറഞ്ഞത്. അപ്പം അതൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, കാരണം 2025 ആകുമ്പോഴത്തേക്കും ഇനി ആവാനൊന്നുമില്ല, ആ ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗ്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്, പോസിറ്റീവ് കാർഡ്സ്. അപ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകാം, ഇറങ്ങി തിരിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുക. ഓക്കെ, ഒരു ജോലിക്കൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അത് വെറും ഒരു വെയിറ്റിംഗ് മാത്രമാവാതെ അതിൽ എന്താണോ ചെയ്യേണ്ടത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, അല്ലേ, ചില എഫേർട്ട് എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഫില്ല് ചെയ്ത് അയക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് നമ്മളുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ഫ്യൂച്ചർ, ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഫ്യൂച്ചർ കരിയർ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സ്വീകരിക്കുക, അത് പോസിറ്റീവായിട്ട് തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ എനർജി കുറച്ചും കൂടി ഒന്ന് നോക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി 8 ഓഫ് വാൻഡ്സ് എന്ന കാർഡാണിത്. ഈ ഒരു കാർഡ് എന്ന് പറയുകയാണെങ്കിൽ പോസിറ്റീവ് കാർഡാണ്. സഡൻ ആയിട്ട് നിങ്ങൾ എന്തോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് വരാൻ പോവുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബ്, അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട്, ഒരു ഇൻഫർമേഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ജോബിന് വേണ്ടി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. അത് സഡൻ ആണ്, അതിനൊരു ഡിലേ ഇല്ല, പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്.
ഓക്കെ, അപ്പോൾ നിങ്ങളിലുള്ള നെഗറ്റീവ്സ് നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുക കേട്ടോ. കാരണം പോസിറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. സോ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. മേ ബി ചില ആളുകളൊക്കെ ഇപ്പം വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. കാരണം 2025 വരവേൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഇന്നതുപോലെ ആകും, ഇന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടാകാം. വളരെ നല്ല കാര്യം. അപ്പോൾ അതൊക്കെ ആയിരിക്കും നിങ്ങളിലേക്ക് പോസിറ്റീവുകൾ ഇങ്ങനെ വരുന്നത്. ക്യൂൻ ഓഫ് വാൻസ് നിങ്ങളെല്ലാം അട്രാക്ട് ചെയ്ത് എടുക്കും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, ഇതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇൻറ്റൻസിറ്റി. നിങ്ങൾക്ക് ആഴത്തിലുള്ള ചില ഡ്രീമുകൾ വേണം. കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും അതിൽ നമ്മളൊരു 100% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾക്കത് കിട്ടും, കിട്ടേണ്ടതാണെങ്കിൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പവർ ഉണ്ട്. സോ നിങ്ങളത് യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മാനിഫെസ്റ്റ് പവർ നിങ്ങൾ മനസ്സിലാക്കുക. മാനിഫെസ്റ്റ് മീൻസ് അട്രാക്ഷൻ പവർ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ഇന്നർ വോയിസ് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്. ആ വരുമ്പോൾ വരട്ടെ എന്നുള്ള എനർജിയിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യണം. ദ വേൾഡ് കാർഡ് എഗെയിൻ കൺഫർമേഷൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകും, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരാളാണ്. ദാറ്റ് മീൻസ് ഒരു അബ്രോഡ് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോയി ജോലി എടുക്കാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ അവിടെ സെറ്റിൽഡ് ആവാനാണ് ആഗ്രഹം, അവിടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ന്യൂസ് പ്രതീക്ഷിക്കാം. കാരണം ഇത് വേൾഡ് കാർഡാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളായിരിക്കാം. എന്താണെങ്കിൽ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. ഒരു ഫുൾഫിൽമെൻറ്റ് കാണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളത്. പക്ഷെ മനസ്സിലാക്കുക, വെറുതെ വന്നു ചേരില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഗൈഡൻസ് സ്വീകരിക്കൂ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നീതി കിട്ടും. ഇപ്പം കോടതിയിൽ എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പൈസ കാര്യങ്ങളൊക്കെ തരാനുണ്ട്, കടമായി മേടിച്ചവർ തരാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകൾ പോകുന്നുണ്ട്, എന്തെങ്കിലും സ്ഥലത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്കും നിങ്ങൾ 100% പോസിറ്റീവ് ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പോസിറ്റീവിനെ തന്നെ, അതായത് ഇപ്പം നിങ്ങൾ പോകുന്നത് ആ ഒരു വൈബ്രേഷനിലാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. നമ്മളിപ്പം ചില ആളുകൾ ചിലതൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇതിലൊന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ റിസൾട്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പോഴും മാറ്റങ്ങൾ വരാതെ ഇങ്ങനെ അലസത പ്രാപിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, കാരണം ഐസൊലേഷൻ എന്ന കാർഡാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയത്, അത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന, ആക്ഷൻ എടുക്കാതെ ഇപ്പോഴും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളെ കാണിക്കുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ ലൈഫിൽ പറ്റാതെ നിൽക്കുന്നത് വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം. മനസ്സിലാക്കുക, നമ്മളുടെ ഏതൊരു എനർജിയും, അത് ബന്ധങ്ങളുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തിൻ്റെ എനർജി നമ്മളെ ബാധിക്കും, നമ്മളുടെ ലൈഫിനെ ബാധിക്കും, ലൈഫിലെ ഓരോ പോയിന്റ്സിനെയും ബാധിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക എന്നുള്ളതാണ് കാണുന്നത്. മാറാനുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. സോ പ്രതീക്ഷ മാത്രം വെക്കാതെ ആക്ഷൻ എടുക്കും നിങ്ങൾ. ഓക്കെ, ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് കാണുന്നത്, ഒരു ഫുൾഫിൽമെൻ്റ് ആണ് കാണുന്നത് മുന്നോട്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ കരിയർ റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. പരമാവധി ഗൈഡൻസ് എടുക്കുക നിങ്ങൾ. അപ്പം റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.